വണ്ടർസ്കേപ്പിന്റെ കോട്സ്വർത്ത് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. ഞാൻ ദിലീപ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ്സിൽ ബൈബറിയിലെ കാഴ്ചകളാണ് കണ്ടിട്ടുള്ളത്. അത് കാണാത്തവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നല്ല ഇൻട്രസ്റ്റിംഗ് കാഴ്ചകളാണ്, അതിലുള്ള ഭംഗിയുള്ള കാഴ്ചകളാണ്. ഇപ്പം നമ്മളുള്ളത് ബർഫോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടൗണിലാണ്. ബർഫോർഡ് എന്ന് വെച്ചാൽ വിശേഷിപ്പിക്കുന്നത് ഗേറ്റ് വേ ടു കോട്സ്വോൾഡ് എന്നാണ്. ലണ്ടനിൽ നിന്ന് വളരെ അടുത്താണ്. അപ്പോൾ ബർഫോർഡിൽ എന്തൊക്കെ കാഴ്ചകളാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ബർഫോർഡ് ഒരു കുന്നിൻ്റെ ചെരുവിലാണ്, സ്ലോപ്പ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്നുണ്ടാവും, ഇങ്ങനെ കുത്തനെ ഇറങ്ങി 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 ഇങ്ങനെ പോവാം. ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും വീടുകളും ഷോപ്സുമാണ്. അൺബ്രോക്കൺ ലൈൻ ഓഫ് ഹൗസസ് ആൻഡ് ഷോപ്സ് ആണ് വായിച്ചത്. അപ്പോൾ പിന്നെ ഇവിടെയുള്ള ഷോപ്സ് കുറേ ആൻറ്റീക്കിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഷോപ്സ് ഉണ്ട്, ഹാൻഡിക്രാഫ്റ്റ്സ്, അങ്ങനെയുള്ള ഷോപ്സൊക്കെയാണ് ഇവിടെ ഫേമസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കാഴ്ചകൾ ഇങ്ങനെ ആസ്വദിച്ച് നടക്കാം. അപ്പോൾ പറയേണ്ട ആവശ്യമില്ല, ബർഫോർഡ് ഒരു മിഡീവിയൽ ടൗണാണ്. വൂൾ ഇൻഡസ്ട്രി, ട്രേഡിംഗ് ഒക്കെ നടന്നിരുന്നത്. അപ്പോൾ അത് വില്ലേജ് അല്ല കേട്ടോ, നമ്മൾ ഇത്ര നേരം കണ്ടത് വില്ലേജസ് ആയിരുന്നു. ഇതൊരു ടൗണാണ്. അപ്പോൾ അത് കാരണമാണ് നമുക്ക് കുറേ വണ്ടികളും ട്രാഫിക്കും എല്ലാം കാണാം. ഇത് ഹൈ സ്ട്രീറ്റ് എന്നാണ് ഈ റോഡിൻ്റെ പേര്. രണ്ട് സൈഡിലും നമ്മൾ കാണുന്ന ലൈം സ്റ്റോൺ ബിൽഡിങ്സ് തന്നെയാണ്. പഴയ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കേട്ട് ഡിസ്കസ് ചെയ്ത കോട്സ്വോൾഡ് ലൈം സ്റ്റോൺ ബിൽഡിങ്സ് തന്നെ. ഇതും ഈ പറഞ്ഞ പോലെ പഴയ ബിൽഡിങ്സ് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കിയത്. നമുക്കിനി നോക്കാം എന്തൊക്കെയുള്ളതെന്ന്. ഈ വീടുകളൊക്കെ നോക്കൂ, എന്ത് രസമാണ്. എല്ലാത്തിനും മുമ്പിൽ കുറേ പൂക്കളും നല്ല ഭംഗി ഒതുങ്ങിയിട്ടുള്ള വീടുകൾ. പല ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഈ സ്ലോപ്പ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇടയിൽ ഇങ്ങനെ കുറേ റോഡ്സ് ഉണ്ട് കേട്ടോ. അതിനെ ക്ലോസ് എന്നാണ് പറയുക. അതിൻ്റെ ഇടയിൽ കൂടെ പോയാലും, ഇടവഴികളാണ് ആക്ച്വലി, അതിൻ്റെ ഇടയിൽ കൂടെ പോയാലും കുറേ വീടുകളും ഒക്കെ ഉണ്ട്. അതും ഒക്കെ പറഞ്ഞ പോലെ ലൈം സ്റ്റോൺ ബിൽഡിങ്സ് തന്നെയാണ്. കുറച്ചുകൂടി ദൂരെ പോയി കഴിഞ്ഞാൽ വീടുകൾ ഇവിടെ കഴിയും. പിന്നെ മുഴുവൻ ഷോപ്സായി. നമ്മളെ സാധാരണ കൊമേഴ്ഷ്യൽ സാധനങ്ങൾ വിൽക്കുന്നതും ആൻറ്റീക്സും പബ്സ്, റെസ്റ്റോറൻറ്റ്സ്, വേറെ പല ഷോപ്സും. എന്തായാലും നല്ല രസമുണ്ട് ഈ ഒരു വാക്ക്. നല്ലൊരു വ്യൂ ആണ് ആക്ച്വലി. കാറിലിങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കിങ്ങനെ നല്ല രസമാണ്. അപ്പോൾ മനസ്സിലായത്, ഇതിൻ്റെ എൻഡിൽ വിൻഡ്രഷ് റിവറാണ്. ഇവിടെയുള്ള നദിയുടെ പേര് വിൻഡ്രഷ് റിവർ എന്നാണ്. അപ്പോൾ അവിടെ നദിയുണ്ട്, ഒരു ബ്രിഡ്ജും ഉണ്ട്. നമുക്കിനി അവിടെയും കൂടി പോയി നോക്കാം. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇവിടെ കടകളെ ആൻറ്റീക്സിനെ പറ്റിയിട്ട് അറിഞ്ഞു. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് മെല്ലെ നടക്കാം. ഇതുണ്ടോ, ആഹാ. ആക്ച്വലി കോട്സ്വോൾഡ് വില്ലേജിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ചില ബിൽഡിങ്സ് അതുപോലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിമ്പേർഡ് ഹൗസസ് ആണ്. പിന്നെ സെയിം കോട്സ്വോൾഡ് ലൈം സ്റ്റോൺ അല്ലാത്ത ബിൽഡിങ്സും ഉണ്ട്. അപ്പോൾ ഒരു പക്ഷേ ആ കൺസർവേഷൻ പ്രോസസ്സൊക്കെ തുടങ്ങണതിൻ്റെ മുമ്പത്തെ ആവാം ഈ വീടുകൾ. വില്ലേജിൽ കണ്ട പോലെ ആ ഒരു യൂണിഫോമിറ്റി കളേഴ്സിനില്ല, ബട്ട് സ്റ്റിൽ ആ ഒരു ചാമുണ്ട് ഈ ടൗണിനും. പക്ഷെ കണ്ടില്ലേ, നിറച്ച് കാറും ഇതൊക്കെ ആയിട്ട് ആകെ ബഹളാണ്. ഈ ഹൈ സ്ട്രീറ്റിൽ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴാണ് ഒരു ബിൽഡിംഗ് കണ്ടത്. ഒരു പഴയ ടൈപ്പ് ബിൽഡിങ്ങാ തോന്നി കണ്ടപ്പോൾ ആകപ്പാടെ. ഇത് ടോൾസി മ്യൂസിയം എന്നാണ് ഇതിനെ പറയണത് അവർ. ഇത് ആക്ച്വലി പണ്ടത്തെ ഒരു ടോൾ ഗേറ്റ് പോലെ, അല്ലെങ്കിൽ ടോൾ ഓഫീസായിരുന്നു. എന്ന് വെച്ചാൽ ഈ മിഡീവിയൽ കാലം, ഈ വൂൾ ഇൻഡസ്ട്രി, ഷീപ്പ് ഇൻഡസ്ട്രിയുടെ മെയിൻ ആയിട്ടുള്ള സമയത്ത് ഈ ബിൽഡിങ്ങിലായിരുന്നു ഇവിടുത്തെ മെർച്ചൻസ് മീറ്റിംഗ് ഒക്കെ ചെയ്തായിരുന്നത്. പിന്നെ ഇവിടെ വെച്ചിട്ടാണ് അവർ അതിനെ ടോൾ കളക്ഷൻ, അവിടെ നിന്നാണ് ഈ ടോൾസി എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഇന്നത് ഒരു മ്യൂസിയമാണ്. ഇവിടുത്തെ എനിക്ക് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്നതാവണം. ഫ്രീ എൻട്രി ആണ്, 2 മണി മുതൽ 5 മണി വരെ. അപ്പോൾ നമ്മൾ ആ ടൈമിലാണ്. നമുക്കൊന്ന് വേണമെങ്കിൽ അകത്തൊന്ന് പോയി നോക്കാം എന്തൊക്കെയുള്ളതെന്ന്. പോയി നോക്കല്ലേ.
അപ്പോൾ മ്യൂസിയം ജസ്റ്റ് കണ്ടുവന്നു. കുട്ടി മ്യൂസിയം കേട്ടോ, ഒരു ചെറിയ റൂമിൽ കുറേ പഴയ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. രസമൊക്കെയാണ് ഇവിടുത്തെ ഹിസ്റ്ററി ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള സാധനം. പിന്നെ കുറേ ചാർട്ടേഴ്സ്, അതേമാതിരി എഗ്രിമെൻറ്റ്സ് അതിൻ്റെയൊക്കെ കണ്ടു. എന്താ പറയുക, കിങ് ജോർജിൻ്റെ കാലത്തെ അങ്ങനെ കുറേ ആൻറ്റീക്സ് ആണ് മെയിനായിട്ട്. കുഴപ്പമില്ല, അതിലൊക്കെ താല്പര്യമുള്ളവർക്ക് കുറേ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുണ്ട് കാണാൻ. കെമിസ്റ്റ് ഉണ്ട്, പോയി മരുന്ന് വാങ്ങിയാലോ? ജലദോഷം പക്ഷെ മരുന്ന് കഴിക്കാൻ നോക്കണമെന്നില്ല കേട്ടോ, മഴ കൊണ്ടിട്ടാണ്. അതല്ല, വളരെ ഒരു യുണീക്ക് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇംഗ്ലണ്ടിലെ ഓൾഡസ്റ്റ് ഫാർമസിയാണത്. ഓൾഡസ്റ്റ് ഫാർമസി എന്ന് പറഞ്ഞാൽ 1700-കളിൽ 734 ടു ബി പ്രിസൈസ്, അന്ന് മുതലുള്ള ഫാർമസിയാണിത്. ഈ ബിൽഡിംഗ് അല്ലെങ്കിൽ ഈ സൈറ്റിൽ 1400-കൾ മുതൽ ബിൽഡിങ്ങും അതൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക്. എന്തായാലും ഇങ്ങനെ ഒരു കാഴ്ച ഒരു പക്ഷേ നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ വാട്ടർസ്കേപ്സ് നിങ്ങൾക്കൊരു യുണീക്ക് കാഴ്ചയാണ് കാണിച്ചു തരുന്നത്. നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാൻ പോവാം. അപ്പോൾ ഇവിടെ ആൻറ്റീക്സുകളുടെ ഒരു കളക്ഷൻ ഉണ്ട് പറഞ്ഞില്ലേ. ഇത് ഇവിടെ ഒരു ഷോപ്പ് കണ്ടു, 3 ഫ്ലോറിലാത്രേ ആൻറ്റീക്സ് ഉള്ളത്. അടിപൊളിയാവണം. ഓ, ഈ ബേക്കറി നോക്കൂ, വെറും 130 കൊല്ലം പഴക്കേ ഉള്ളൂ. ന്യൂ ആണ്, വളരെ ന്യൂ ആണ്. ഹഫ്കിൻസ് ബേക്കറി ആൻഡ് 2 ടീ റൂംസ്. ക്യൂരിയോ ഷോപ്പ്. ക്രിസ്മസ് ഷോപ്പിംഗ് ഇപ്പം തന്നെ തുടങ്ങിക്കോളാനാണ് അവർ പറയുന്നത്. പോട്ടറി, പെയിൻറ്റിങ്, പേഴ്സണലൈസ് ഗിഫ്റ്റ്. ജ്വല്ലറി അതൊക്കെ താല്പര്യമുള്ളവർക്ക് നല്ലതാണ്. ഇനി ക്രാഫ്റ്റും ഇതൊന്നുമല്ല താല്പര്യം, മധുരമാണ് ഇഷ്ടം, തൊട്ടപ്പുറത്ത് സ്വീറ്റ് ഷോപ്പുണ്ട്. ഭരണി നിറച്ച് സ്വീറ്റ്സ് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ തരം സ്വീറ്റ്സ് ഒരു കണക്കില്ല കേട്ടോ. വീഗൻ ഓപ്ഷൻ വരെ കിട്ടും ഇവിടെ. സ്ട്രീറ്റിൽ നിന്ന് കാറൊക്കെ പാർക്ക് ചെയ്ത് അവിടേക്ക് തിരിഞ്ഞു. അവിടെ ആക്ച്വലി ഒരു പള്ളിയുണ്ട്, അതൊന്നും ജസ്റ്റ് പുറത്തുനിന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചത്. അപ്പം ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു വരുമ്പോൾ ഒരു സ്കൂള് കണ്ടു. ഫൗണ്ടഡ് ഇൻ 1571, 500 കൊല്ലത്തിലധികം പഴക്കമുള്ള സ്കൂളേ, ചെറിയൊരു ടൗണിൽ. ഇതൊരു 1.5 പള്ളി കേട്ടോ, എന്താ രസം. വാവ്. നമ്മുടെ നാട്ടിലൊക്കെ ഗ്രാമക്ഷേത്രങ്ങളുള്ള പോലെയാണ് ഇവിടെ ഓരോ വില്ലേജിലും ടൗണിലും ഇതുപോലത്തെ ചർച്ച് ഉണ്ടാവും. ഇത് സെൻറ്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചർച്ചാണ്. പഴയ കാലം, അതായത് മെഡീവിയൽ ടൈംസിലെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ടൗണായിരുന്നു ഇത്. അപ്പോൾ അതിൻ്റെ ഒരു മെമ്മോറിയൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്കിപത്രം, മെമ്മോറിയൽ എന്ന് പറയുന്നത് തെറ്റാണ്, ബാക്കിപത്രമാണത്. അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയതാണ്. ഇപ്പോഴും നല്ല ഗംഭീരമായിട്ട് നിലകൊള്ളുന്നു. വേറൊരു ഇൻഫോർമേഷൻ വായിച്ചറിഞ്ഞത് ഈ ചർച്ചിൻ്റെ കമ്പൗണ്ടിൽ വെച്ചാണ് ഇംഗ്ലീഷ് സിവിൽ വാറിലെ അവസാനത്തെ ചില യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇവിടെ കുറേ ആൾക്കാരെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് വായിച്ചു. അപ്പോൾ കുറേ ചരിത്രവും ഇതൊക്കെ കണ്ടിട്ടുള്ള ഒരു പരിസരമാണത്. അപ്പം നല്ല മഴയാണ് കേട്ടോ. ഞങ്ങൾ ആക്ച്വലി വിൻഡ്രഷ്
അപ്പുറത്തെ ഒരു ബ്രിഡ്ജ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയി. പക്ഷേ അവിടെ ഒന്നും ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ട്രാഫിക്, രണ്ടാമത് നല്ല മഴ. അപ്പോൾ കുറച്ച് സീനൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എന്താണ് അവിടുത്തെ ഉള്ളത്. ഭംഗിയുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ട് അതിൻ്റെ അടിയിൽ, നമുക്ക് അതിൻ്റെ താഴത്തിൽ കൂടെ ഇങ്ങനെ കാണാം. പക്ഷേ ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ട്രാഫിക്കാണ്. എങ്കിലും വിൻഡ്രഷ് ഇതാണ് ആക്ച്വലി ചെറിയൊരു, അഗെയിൻ ഇവിടുത്തെ ബാക്കിയുള്ള ചില പുഴകളൊക്കെ കണ്ട പോലെ തന്നെ ചെറിയൊരു തോട് പോലെയാണ്. കുറേ ഡക്സ് ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ചർച്ചിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പോകുമ്പോൾ നമുക്കിങ്ങനെ കാണാം. പക്ഷെ അഗെയിൻ മഴ കാരണം നമുക്കതൊന്നും മുഴുവൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഭംഗിയായിട്ട്. നല്ലൊരു കാലാവസ്ഥയാണെങ്കിൽ ശരിക്കും അവിടെയൊക്കെ വന്നിരുന്ന് കുറേ ഇങ്ങനെ സൈഡിൽ കൂടെ വാക്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് അവിടെയൊക്കെ ഇരുന്ന് സുഖമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അപ്പോൾ അതൊക്കെയാണ് ബർഫോർഡിലെ കാഴ്ചകൾ. വേണ്ട പോലെ ഒന്നും കാണിക്കാൻ പറ്റില്ല, കാരണം മഴ പറ്റിച്ചു. നല്ല മഴയാണ്, ഇപ്പോൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാണിച്ച കാഴ്ചകളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വീഡിയോനൊരു ലൈക്ക് തരിക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ബർഫോർഡാണോ നല്ല സ്ഥലം? നമ്മൾ മുമ്പ് കണ്ടേ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച ബർട്ടൺ ഓൺ വാട്ടർ ആണോ, ലോവർ സ്ലോട്ടർ, അപ്പർ സ്ലോട്ടർ, ബൈബറി ആണോ? അതും കൂടി ഒന്ന് പറയണം. നിങ്ങൾക്ക് ഏത് സ്ഥലമാണ് ഇഷ്ടമായത്? അപ്പോൾ എന്തായാലും അടുത്ത തവണ കൂടുതൽ വ്യത്യസ്തമായ ചില കാഴ്ചകളുമായിട്ട് കോട്സ്വോൾഡിൽ നിന്ന് വീണ്ടും വരാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.